ആ ബിരിയാണി കാണിച്ചേ അവിടെ ആ ചദ്ദീനും ആ കാണിക്കാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും മളാസിക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സിമ്പിൾ വീഡിയോ ആണ്. മുമ്പ് നിങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ? പോളിടെക്നിക്കിൻ്റെ അഡ്മിഷൻ എടുക്കുന്നത്. അതാണ് ഞാൻ പോയിണ്ടായിരുന്നു. ഇന്ന് ജൂൺ 13, 2025 അഡ്മിഷൻ ഡേറ്റ് ആണ്. എൻ്റെ റാങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുക്കാൻ പോയി എൻ്റെ പേപ്പേഴ്സ്, അഡ്മിഷൻ ഇരുന്നു, എന്നെ വിളിച്ചു, ഞാൻ അവിടെ നോക്കി കോളേജ് സെലക്ട് ചെയ്തു. എൻ്റെ കോളേജ് അറിയാൻ നിങ്ങൾ അറ്റുവരെ കാണാം. നാട്ടിൽ ഡീറ്റെയിൽ പറയുന്നുണ്ട്. വീഡിയോക്ക് നിങ്ങൾ 2K അല്ലെങ്കിൽ 5K ലൈക്സ്, 5K ലൈക്സ് അല്ല, ലൈക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, 2K വ്യൂസ് ഓർ 5K വ്യൂസ് എന്നാൽ ഞാൻ അതിന് യൂട്യൂബ് വീഡിയോ ഇടും. എനിക്ക് കോളേജ് കിട്ടി, ഹാപ്പിയായി. ഇതാണ് മഹാരാജാസ് കോളേജിൽ ഞങ്ങൾ പോയത്. അവിടെ പിന്നെ 10:30 ഉണ്ടായിരുന്നു. ആകെ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ബ്ലോക്കായി, ഞാൻ ഓടിക്കാൻ ആകെ കുഴപ്പമാണ്. ആ തിരക്കി പോയിട്ട് ഞാൻ എടുക്കാൻ നിന്നു. അതിങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യണ്ടേ, അപ്രിഷ്യേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എടുക്കാനൊക്കെ നിന്നു. എൻ്റെ വേഗം കിട്ടി. ഇറങ്ങി വന്നപ്പോൾ ഒരു മണി 1:30. പിന്നെ ഞങ്ങൾ ഇവിടെ പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ നോക്കി നല്ല ഹോട്ടൽ എവിടെ വന്നത്. ഇവരുടെ തന്നെ ക്യാൻറ്റീനിൽ പോയി, മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാൻറ്റീൻ. അവിടെയാണ് അഡ്മിഷൻ നടന്നിരുന്നത്. ഞങ്ങളൊരു 8:30 സമയത്ത് എത്തിയിരുന്നു. അതിൻ്റെ ഇങ്ങനെ നീണ്ടായി കുറച്ച് പരിപാടിയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അവിടെ നിന്ന് വാപ്പ മീൽസും ഞങ്ങൾ 3 പേര് ബിരിയാണി ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ബിരിയാണി, ശരിയാണ് ബിരിയാണി. നല്ല സോഫ്റ്റ് പീസും നല്ല ഫ്ലഫി റൈസും എൻ്റെ മൊത്തം കഷ്ണവും വലിയ എന്തുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു, അവിടെ സംസാരിക്കാൻ വേണ്ടി കാണിക്കണം. അതിൽ എൻ്റെ വോയിസ് കറക്റ്റ് ലേഔട്ട് ആയിരിക്കും. കാരണം ഇത് കുറേ ഇൻറ്ററപ്റ്റഡ് വോയിസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഓരോ തിരക്കി പെട്ടുന്നുണ്ടേ. പിന്നെ എൻ്റെ അനിയത്തിയുടെ പറഞ്ഞ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് പേഴ്സണൽ വോയിസും അതിനകത്ത് കേൾക്കാം. മുമ്പ് എടുത്തു, ഞാൻ എടുത്തു. എടുക്കാൻ നിൽക്കുമ്പോൾ അവിടേക്ക് എനിക്ക് എടുത്തു തരാം. അവിടെ ഫുഡ് കഴിക്കുന്നെങ്കിൽ എനിക്ക് എടുത്തു തരും. അപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും. ഈ ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അവിടുത്തെ മെനു അവിടുത്തെ ചേച്ചിമാരിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ അടുത്ത് കുറേ പേര് കമൻറ്റ് ചെയ്ത് കണ്ട മഹാരാജാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ കോളേജിൻ്റെ ക്യാൻറ്റീൻ. നല്ല അടിപൊളി ക്യാൻറ്റീനാണ്, വൃത്തിയും കാര്യങ്ങൾക്ക് ഡീസൻ്റ്. അപ്പോൾ അവിടെ വെറുതെ ചുറ്റി കാണിച്ചു. അവിടെ മഴ പെയ്തിട്ട് ആകെ ചോറായിരിക്കുന്നു. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് വിട്ടു. അപ്പോൾ പോണതിൽ കുറച്ച് വിഷ്വൽസ് എടുത്തത്. പാടത്ത് കണ്ടപ്പോൾ എനിക്ക് മഴയത്ത് പാടത്തിൻ്റെ വീട് എടുക്കാൻ തോന്നി. അപ്പോൾ അതെടുത്താരം കാണിച്ചത്. നിങ്ങൾ കണ്ടോക്ക്. ചില ഭാഗത്ത് വോയിസൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാപ്പാക്ക് ബസ്സിന് കോൾ വന്നും അങ്ങനെയൊക്കെ ബിസി ആയിക്കെ പോയി. വേറെ ഭാഗത്ത് വോയിസ് കാണുന്നുണ്ട്. ഇനി നമ്മുടെ കോളേജുകളിലെ കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നു, അതിനെ കൂടെ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാം. അല്ലെ വേണ്ടല്ലേ, ഞാൻ വോയിസ് എൻജോയ് ചെയ്യുന്നത് മിസ്സാവും. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു ടൈം ആകുമ്പോൾ പറയാം. ചില കംപ്ലൈൻ്റ് ആയിരുന്നു, ഓഡിയോ ക്വാളിറ്റി പോരാന്ന്. വയർലെസ് മൈക്കാക്കി. ഇവിടെ പോകുമ്പോൾ വയർലെസ് മൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നനഞ്ഞ് പ്രശ്നമൊക്കെ എനിക്കറിയാലോ. ഞാൻ വീട്ടിൽ വന്ന് ഓഡിയോ എടുത്ത് 100% 200% ആക്കി കൂട്ടാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇയർഫോൺ യൂസ് ചെയ്ത് കേൾക്കണമെന്നിട്ട് ആ ഫുള്ള് ഇട്ടാൽ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഈക്വൽ ആക്കിയിട്ട് റെഡിയാക്കാൻ നോക്കാം. എല്ലാത്തും എന്ത് ചെയ്യില്ലേ, ഇതെങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു വീഡിയോ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ കമൻറ്റുകൾ ആരെങ്കിലും ചെയ്താൽ മതി, ഞാൻ നോക്കി റെഡിയാക്കാം. ഇത് നമ്മൾ തൃശ്ശൂർ പോയിട്ട് വരുന്ന വഴികളാണ്. എനിക്കറിയില്ല, വാടാനപ്പള്ളി വഴി തൃശ്ശൂർ പോകുമ്പോൾ ആ വഴികളുള്ള വളം പിന്നെ പിടിച്ച് അത് തന്നെയാണ്. രാത്രി സമയത്ത് എഡിറ്റ് ചെയ്യണം, രാവിലെ മൊത്തം തിരക്കായി. പിന്നെ എനിക്ക് നല്ലൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി. എൻ്റെ കാര്യം 500 ഞാൻ പറയും. പറയുന്ന വെച്ചൊരു ക്ലൂ തരും, ബാക്കി ഞാൻ കണ്ടിരിക്കാം. കമൻറ്റ് അടിച്ച് പിന്നെ ഞാൻ ഗൈസ്, നിങ്ങൾ എനിക്ക് പോളിടെക്നിക് ഏതാ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ME ആണ് പിന്നെ ഇതെന്ന് വെച്ചാൽ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിടും. ഓട്ടോമൊബൈലാണോ അപ്പോൾ കമൻറ്റ് ചെയ്യാം, പിന്നെ ചെയ്തിടാം. ഇനി നമ്മൾ കുറച്ച് സംഭവമൊക്കെ വിട്ടുപോയി, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 2000 to 3000 റാങ്കാണ്. എൻ്റെ 2000 to 3000 റാങ്കിൽ കറക്റ്റ് കമൻറ്റ് ചെയ്യാം. എനിക്ക് 70 to 80% പ്ലസ് ടു കിട്ടിയത്.
പിന്നെ ഞാൻ സെക്കൻഡ് ഇയർ ലാറ്റർ എൻട്രി 2025-2026 എനിക്ക് അപ്ലിക്കേഷൻ കിട്ടിയത്. തൃശ്ശൂർ നല്ലൊരു കോളേജാണ്, ഗവൺമെൻറ് കോട്ട സീറ്റ്സാണ്. അപ്പോൾ 2 വർഷത്തെ ഫീസ് അടയ്ക്കണം, 3250 പിന്നെ 14,215. അതിലെനിക്ക് 3250 അടയ്ക്കേണ്ടി വന്നുള്ളൂ, 14,215 അടയ്ക്കേണ്ടി വന്നില്ല, പിന്നെ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ കോളേജിൽ നിന്ന് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അവിടെ ഇനി പോകേണ്ടതുണ്ട്, അവിടെ പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യണം. യൂണിഫോമിലാണ് ഉള്ള കോളേജാണ്, ഗവൺമെൻറ്റാണ്. എനിക്ക് നൈസായി തോന്നി, ഞാൻ അവിടെ പ്രതീക്ഷിച്ച് പോയിരുന്നു. ഞാൻ വേറെ 2 ഓപ്ഷനും കൊടുത്തിരുന്നു, അതെനിക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ നന്നായി തോന്നി. എൻ്റെ ഈ മാർക്കൊക്കെ വെച്ച് അവിടെ ഒരു തന്നത് ഐ എം ഹാപ്പി. അപ്പോൾ എൻ്റെ മാർക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി വേറൊരു ദിവസം സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട് 19-20. അപ്പോൾ June 11, 12, 13 ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് പോയി. അപ്പോൾ അതൊക്കെ തന്നെ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. താങ്ക് യു.